ഹായ്, techandagritips-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രസ് കട്ടറിൻ്റെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് ശരിക്കും അറിയാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ കാർബുറേറ്ററും സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഈ ഇഗ്നിഷൻ കോയിൽ, അതുപോലെ തന്നെ അതിൻ്റെ പ്ലഗ്, എണ്ണ ഒഴിച്ച് സ്റ്റാർട്ടാക്കി നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് സംഭവം മെഷീൻ വർക്കാവും. മെഷീൻ വർക്കാവുന്നതിനിടയിൽ നിന്ന് പോകുന്ന, അതായത് സൗണ്ട് ഇല്ലാതെ എണ്ണ കയറാത്ത പോലെ നിന്ന് പോകുന്നൊരവസ്ഥ, പ്രത്യേകിച്ചും നമ്മൾ ട്യൂൺ ചെയ്ത് മൈലേജ് കൂട്ടി വെച്ച ആ സമയത്താണ് കൂടുതൽ സംഭവിക്കുക. അപ്പോൾ അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ പല ഭാഗങ്ങളിലായിട്ട് ചകഞ്ഞ് നോക്കും. ഈ പ്ലഗിൻ്റെ ഭാഗത്ത്, അതുപോലെ തന്നെ കാർബറേറ്റർ, മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അത് തുടരെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ നേരെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകും, ടെക്നീഷ്യനെ കാണിക്കും. ടെക്നീഷ്യൻ അത് നേരെ ആദ്യം ചെയ്യുന്നത് ഇവിടെ പ്ലഗ് ഊരിയിട്ട് ഇതിൻ്റെ പ്ലഗൊക്കെ ഒന്ന് മാറ്റി പുതിയ പ്ലഗ് ഇടും. രണ്ടാമതും അതേപോലെ തന്നെ പിറ്റേ ദിവസം നമ്മൾ അതേ കംപ്ലയിൻറ്റുമായിട്ട് വരുന്ന സമയത്ത് കാർബറേറ്റർ ക്ലീൻ ചെയ്ത് അത് നമ്മളെ കയ്യിൽ തരും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമുണ്ട്, ടെക്നീഷ്യന്മാർ ശ്രദ്ധിക്കില്ല. അതിന് മെയിനായിട്ടുള്ള കാരണമുണ്ട്. നമ്മൾ ഫ്യൂവൽ ടാങ്കിനുള്ളിൽ സാധാരണ ഫ്യൂവലിലൊന്നും ഈ അഴുക്കൊന്നും ഇല്ല എന്നുള്ളൊരു ധാരണയിൽ കൂടുതലായിട്ടും ഫ്യൂവൽ ടാങ്ക് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അത് ശ്രദ്ധിക്കാതെ വരുന്നതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന ഒരു പ്രത്യേക ഞാനീ പറഞ്ഞ കംപ്ലയിൻറ്റ്, അത് വന്നു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല, ടെക്നീഷ്യന്മാർ ഒട്ടും ശ്രദ്ധിക്കില്ല, നമുക്കത് മനസ്സിലാക്കാനും കഴിയില്ല. ആ ഒരു സംഭവം ഇന്ന് എൻ്റെ അനുഭവത്തിൽ വന്നതിൻ്റെ വെളിച്ചത്തിലും അതിൻ്റെ അനുഭവത്തിലാണ് നിങ്ങൾക്കത് കാണിച്ചു തരുന്നത്. സാധാരണ ശ്രദ്ധിക്കാതെ പോയ രണ്ട് ഭാഗങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്ത രണ്ട് ഭാഗങ്ങൾ. അത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ എയർ ഫിൽറ്റർ. പൊടി, ചളി ഇതെല്ലാം അടഞ്ഞ് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണം. ഞാനിത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്നുണ്ട്, ഇന്നും അതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് നോക്കേണ്ട ഭാഗം ഞാൻ കാണിച്ചു തരാം. നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഫ്യൂവൽ ടാങ്ക്. ഈ ടാങ്കിനുള്ളിൽ കരട്, പൊടി ഇതൊക്കെ ചാടാൻ സാധ്യതയുണ്ട്. നമ്മൾ വർക്കിംഗ് ഡ്രസ്സിൻ്റെ ഉള്ളിൽ നിന്ന്, അതല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എണ്ണ ഒഴിക്കുന്ന സമയത്ത് കുറേശ്ശെ പൊടി ഇതിനുള്ളിലേക്ക് കയറും. ഇതിനുള്ളിലേക്ക് കയറിയ പൊടി കാലം കൊണ്ട് ടാങ്കിൻ്റെ അടിയിൽ അടിഞ്ഞു കൂടിയിട്ട് നമ്മൾ എണ്ണ വലിച്ചെടുക്കുന്ന ഫിൽറ്ററിനുള്ളിൽ അടിയും. ഫിൽറ്ററിനുള്ളിൽ അടിഞ്ഞ ഒരു ലക്ഷണമാണ് ഇപ്പോൾ എൻ്റെ ഈ മെഷീനിൽ കാണുന്നത്. ഒരു അനുഭവം കാണിച്ചു തരിക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഇന്ന് ഒരു നിസ്സാര കേസാണെങ്കിലും വീഡിയോ കാണിച്ചു തരാനുള്ള കാരണം. വർക്കാവാതെ സൗണ്ട്, എണ്ണ കയറാത്ത പോലെ, കറണ്ട് എത്താത്ത പോലെ പല പ്രശ്നങ്ങളുടെ ലക്ഷണം കാണിച്ചത്. പക്ഷേ എല്ലാം ഞാൻ ചെക്ക് ചെയ്തു, ഇവിടെ ഒന്നും ഒരു പ്രശ്നമില്ല. ലാസ്റ്റ് പ്രശ്നം ഇവിടെ തന്നെയാണെന്ന് മനസ്സിലാക്കി അത് കാണിച്ചു തരാം. ഫിൽറ്ററിൻ്റെ ഇതിനുള്ളിലുള്ള രൂപം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സാധാരണ ഇതിനുള്ളിലൂടെ ഒരു പ്ലയർ ഇട്ടിട്ട് വലിച്ചെടുക്കാൻ കഴിയും. ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടുത്തെ വാഷർ അഴിച്ചെടുത്തിട്ടാണ് ഫിൽറ്ററിൻ്റെ പുറത്തേക്ക് എടുക്കുന്നത്. ഇതിനുള്ളിൽ നിറച്ച് പൊടിയുണ്ട്. നമ്മുടെ ഡ്രസ്സിൽ നിന്ന് ചാടിപ്പോണ പൊടിയും, അതുപോലെ തന്നെ എണ്ണയിലുള്ള ചെറിയ കരടും പൊടിയൊക്കെ ആയിട്ട് ഇതിനുള്ളിൽ ഫില്ലായിട്ടുണ്ട്. ഈ ഭാഗത്താണ് കൂടുതൽ, ഈ ഭാഗത്തും അതുപോലെ തന്നെ ഒരുപാടുണ്ട്. ഇത് അഴിച്ചെടുത്ത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് എണ്ണ വലിച്ചെടുക്കുന്ന ഫിൽറ്റർ. ഒരു കണക്കിന് പറഞ്ഞാൽ മെഷീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത്. നമ്മൾ എല്ലാ വർക്കും പെർഫെക്റ്റ് ആക്കി എല്ലാം റെഡിയാണ്, പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ഇത് ക്ലിയർ അല്ലാതെ മെഷീൻ വർക്കാവുന്നതിൽ ഒരു രക്ഷയില്ല. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളിൽ ഒന്ന്, അതായത് എല്ലാ സമയത്തും ഇത് മാറ്റണം എന്നൊന്നുമില്ല. ഞാനിത് 10 വർഷമായിട്ട് ഒരു 3-4 പ്രാവശ്യം മാറ്റിയിട്ടുള്ളൂ. ചില സന്ദർഭങ്ങളിൽ ഇത് പെട്ടെന്ന് മാറ്റേണ്ടി വരും. അത് നമ്മൾ ശ്രദ്ധിക്കാതെ ടാങ്കിൻ്റെ ടോപ്പ് അഴിച്ചെടുത്തിട്ട് അതിൽ എണ്ണ ഒഴിക്കാൻ സമയത്ത് ഡ്രസ്സിൽ നിന്ന് ഇതിൽ പൊടി ചാടും. ആ പൊടിയാണ് കൂടുതലായിട്ട് ഇതിൽ. നമ്മൾ എണ്ണ വരുന്നതിൽ കൂടുതലൊന്നും പൊടിയും ചളിയൊന്നും ഉണ്ടാവില്ല, അതിലും കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വാഹനത്തിനും ഇങ്ങനെ ഒരു ഫിൽറ്റർ കൊടുക്കുന്നത്. അപ്പം ഇത് ഒരു കണക്കിന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഒരു കിഡ്നി പോലെ തന്നെയാണ്. ക്ലിയർ ചെയ്തില്ലെങ്കിൽ എല്ലാം അവതാളത്തിലാവും. അതുപോലെ തന്നെയാണിത്. അപ്പോൾ ഇതിന് കോംപ്രമൈസ് ഇല്ല. ഇത് നമ്മൾ ക്ലീൻ ചെയ്തിടാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തിട്ട് മെഷീനിൽ രണ്ടാമത് ഫിറ്റ് ചെയ്യാനോ ശ്രമിക്കരുത്. കാരണം അത് തുടരെ വീണ്ടും ഇത്രയും ചളിയും
പൊടി അടിഞ്ഞ സ്ഥിതിക്ക് ഇതിനി ക്ലിയർ ആവില്ല. ഇതിന് ഇത്ര ചെറിയ ഒരു ഹോളാണ് ഉള്ളത്. അതിനുള്ളിലൂടെ എന്തെങ്കിലും ഇട്ടിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കില്ല. പുറത്ത് ഭാഗത്ത് ഒരു ബ്രഷ് ഇട്ട് വരച്ച് കഴിഞ്ഞാൽ അതും ശരിയാവില്ല. അത് ഞാൻ ബ്രഷ് ഇട്ട് ക്ലീൻ ആക്കി കാണിച്ചു തരാം. ഇത് ലേശം പെട്രോൾ എടുത്തിട്ട് അതിനുള്ളിലിട്ടിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. എത്രയൊക്കെ വരച്ച് ക്ലീൻ ചെയ്താലും ഇതിന് പുറം ഭാഗത്ത് ക്ലീൻ ആവും എന്നല്ലാതെ ഉൾഭാഗത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആകെ വരുന്നത് ഒരു 60 രൂപ. ഏറിയാൽ സ്ഥലങ്ങൾ മാറ്റം വരികയാണെങ്കിൽ ഒരു 100 അതിനുള്ളിലായിട്ട് ഇത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഫ്യൂവൽ ഫിൽറ്ററിന് ഒരു കോംപ്രമൈസ് ഇല്ല. ഇത് ക്ലീൻ ചെയ്യാനോ ക്ലീൻ ചെയ്തിട്ട് ഇടാനോ ഒന്നും ശ്രമിക്കരുത്. പകരം പുതിയത് വാങ്ങിയിട്ട് തന്നെ ഇടുക. കാരണം 2-3 വർഷത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ ഒരിക്കലൊക്കെ ഇത് നമ്മൾ മാറ്റേണ്ടതുള്ളൂ. ഇതേപോലെ വെളുത്ത് ഇത്രയും ക്ലീനുള്ള ഒരു സംഭവമാണ് ഇങ്ങനെ കറുപ്പായിട്ടുള്ളത്. ഇത് മോഡൽ വേറെ ആണെങ്കിൽ പോലും ഇത്ര തന്നെ നിറം ഇതിന് വേണം. കണ്ടോ, ഇതിനുള്ളിൽ കരി പിടിച്ച പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കോംപ്രമൈസിന് നിൽക്കരുത്. വർക്ക് ചെയ്യുന്ന സമയത്ത് മെഷീന് കംപ്ലൈൻ്റ് ആണെന്ന് ഓർത്ത് വർക്ക്ഷോപ്പിൽ പോകും, ടെക്നീഷ്യനെ കാണിക്കും. അത് പിന്നെ ഒരുപാട് സമയത്തിനും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതിനും വലിയൊരു കാരണമാണ്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാൻ കാരണം ഒരു അനുഭവം കാണിച്ചു തരിക എന്നുള്ളതും ഒരു അനുഭവം പറയുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. നിസ്സാരമാണെങ്കിലും ഇത് പ്രശ്നം ഒരു ഗുരുതരം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് നിങ്ങളെ കാണിക്കുന്നത്. ഇത്രയും നിറമുണ്ട്. ഇതിന് ഇനി കുറഞ്ഞ കാലം കൊണ്ട് ഇത് കറുപ്പ് നിറവും. അപ്പോൾ നമ്മളിത് കഴുകാനും വൃത്തിയാക്കാനും നിൽക്കരുത്, പെട്ടെന്ന് മാറ്റുക. നേരത്തെ ഉണ്ടായിരുന്ന ഫിൽറ്റർ മാറ്റിയിട്ട് നമ്മൾ പുതിയത് ഫിറ്റ് ചെയ്യുകയാണ്. ഇത് ക്ലിയർ ഇല്ലാതെ നമ്മൾ ബാക്കി ഭാഗം എങ്ങനെ ക്ലിയർ ആക്കിയാലും ശരിയാവില്ല. പ്രത്യേകിച്ച് ടെക്നീഷ്യന്മാർ ഇത് ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണം ഈ ഫ്യൂൽ ടാങ്ക് എത്ര ദിവസം കൊണ്ട് മാറ്റി, ഫ്യൂൽ ഫിൽറ്റർ എത്ര ദിവസം കൊണ്ട് മാറ്റി എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് ചോദിക്കില്ല. കാരണം നമ്മളത് പറയില്ല. കാരണം ആരെ ശ്രദ്ധയിലും അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് ഇതിട്ടതിന് ശേഷം ഈ വാഷർ അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന അതേപോലെ തന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അതിൻ്റെ സൈഡിലൂടെ തള്ളി കൊടുത്താൽ അത് ക്ലിയർ ആയിട്ട് അതേ പഴയ പോലെ തന്നെ നിൽക്കും. കണ്ടോ, ഇത്ര ഉള്ളത് മാറ്റാൻ. ഇത് ശ്രദ്ധിക്കാതെ പോയുള്ള പ്രശ്നങ്ങളാണ് നേരത്തെ ആദ്യം കാണിച്ചു തന്ന ആ സൗണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഫിൽറ്ററിനുള്ളിൽ പൊടി അടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഓഫായി പോകുക എന്നുള്ളത് തന്നെയാണ് പ്രധാന പ്രശ്നം. അപ്പോൾ ഞാനിത് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് കാണിച്ചു തരാനുള്ള കാരണം ഇന്ന് എനിക്ക് അനുഭവത്തിൽ വന്നുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ മറ്റ് വർക്കുകളേക്കാളും പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഇത് കാണിച്ചത്. ഫിൽറ്റർ മാറ്റിയ സമയത്ത് കണ്ടോ, സ്വിച്ച് ഓഫാക്കാതെ മെഷീൻ ഓഫാവില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ ഫിൽറ്റർ മാറ്റുന്ന കാര്യത്തിലൊന്നും ആരും കോംപ്രമൈസിന് നിൽക്കരുത്. അതിൽ കോംപ്രമൈസ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു അനുഭവം പറഞ്ഞു തരിക എന്നുള്ള നിലക്കാണ് ഞാനിത് കാണിച്ചു തന്നത്. ബാക്കിയുള്ള എല്ലാ റിപ്പയറും വർക്കുകളും ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് നിസ്സാര കേസാണെങ്കിൽ പോലും ഇത് കാണിച്ചു തരാനുള്ള കാരണം നമ്മളെ കയ്യിൽ നിന്ന് ചിലവ് മെഷീൻ കംപ്ലൈൻ്റ് ആണെന്ന് ഓർത്ത് ടെക്നീഷ്യന്മാരെടുത്ത് പോകും. അത് പോകാൻ പാടില്ല. ഇത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവുക. അപ്പം വീഡിയോ എല്ലാവർക്കും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് ഒന്ന് സഹകരിക്കുക. ഓക്കെ.